കൊച്ചിരിക്കേ അച്ചായിരിക്കേ കൊച്ചിരിക്കടി അച്ചായിരിക്കോ എടി കൊച്ചു നീ ഇരിക്കടി. എന്തൊരു സ്നേഹം രണ്ടുപേരും കൂടെ. അപ്പച്ചനങ്ങ് ഇരിക്കേ. സ്നേഹം കൊണ്ടല്ല, പിന്നെ ഇവിടെ എന്നെക്കാട്ടി 8 വയസ്സ് മൂത്തല്ലേ. അവിടെ ഇരിക്കട്ടെ, ബഹുമാനം കൊണ്ട് ഞാൻ പറയാം. അല്ല, നല്ല ഗ്രാവിറ്റി ഉള്ള കൊച്ച്. ഗ്രാവിറ്റിയോ? നല്ല ഗുരുത്വം എന്നുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞു. ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അതിന്റെ ഏതായ എന്തായിരുന്നു രണ്ടുപേരും കൂടെ വന്ന്? എന്താ കാര്യം? ഞങ്ങക്ക് ദീപൂസ് വേണം. മോനെ ദീപൂസേ, ദീപൂസ് നിന്നെ കാണാൻ രണ്ടുപേരും വന്നേക്കുന്നടാ. അല്ല, കൊച്ചിനെ കാണാനല്ലേ. പിന്നെ നമ്മൾ ഈ ചക്ക കോടാലിക്ക് കിട്ടുമ്പോ 2 കഷ്ണായി മാറൂലേ? അങ്ങനെ ആമ്പർന്നോനും പെമ്പർന്നോത്തിനും രണ്ടാവുന്ന ഒരു പരിപാടി ഇല്ലേ? ഡിവോഴ്സ്. അതിനായിട്ട് വന്നാ. ഡിവോഴ്സ് ആകപ്പാടെ പ്രശ്നമാക്കി. അതെ അതെ. നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്? മേരിയുടെ സർട്ടിഫിക്കറ്റ് നീ കൊണ്ട് എടുത്തോ? അതല്ല പറയും, നമ്മുടെ കല്യാണത്തിന് എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ കൊച്ചു പറഞ്ഞറിയാവോ? കല്യാണത്തിന്റെ അങ്ങനെ ഇല്ല. അപ്പൊ പിന്നെ പള്ളിയിലും അമ്പലത്തിലൊന്നും വെച്ച് അല്ലല്ല, ദിനേശിന്റെ വീടിന്റെ ചായപ്പിന്റെ ഇപ്പുറത്ത് വെച്ചാണ് ഞങ്ങളുടെ സംഭവം ആദ്യത്തെ അറ്റംപ്റ്റ് നടക്കുന്നത്. കല്യാണം എന്ന് പറയുന്ന സംഭവം കെട്ടി നടക്കുന്നില്ല, എന്നെ കെട്ടിയിട്ട് അവിടെ വെച്ചാണ്. അവിടുന്ന് എവിടെ വീട്ടുകാരെല്ലാം കൂടെ വരുന്നു. വലിയൊരു സംഭവമായിരുന്നു. ഒരു നാട് മൊത്തം നിന്ന് കട്ടിയ കല്യാണമായിരുന്നു. അതായത് എവിടെ ഒരു 8 അടി പൊക്കമുള്ള ഒരു പൊക്കത്താണ് എവിടെ താമസിക്കുന്നു. ഒരു കയ്യാലയുടെ അവിടുന്ന് ഒരു സാരി അവിടെ നിന്നിട്ട് അതിനകത്തുനിന്ന് ഊർന്ന് ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒളിച്ചോട്ടം. എന്റെ പൊന്നമ്മച്ചി, അതിനകത്തുനിന്ന് പിടിവിട്ടിരുന്നെങ്കിലോ? അങ്ങനെ പിടിവിടാൻ എന്റെ ഏട്ടനും ആങ്ങളെയും അമ്മച്ചും എല്ലാരും കൂടെ മുറുകെ പിടിച്ചേക്കുമല്ലോ മറ്റേ അറ്റത്ത്. പിന്നെ ഇങ്ങനെ പിടിവിടണേ? എനിക്ക് അപകടം ഉണ്ടാണ് എങ്ങനെയാ? അപ്പൊ അത് ഒളിച്ചോട്ടമല്ല, നിന്നെ അവിടുന്ന് ഒഴിവാക്കലായിരുന്നു.